കഴിഞ്ഞ 5 വർഷം മുൻപുള്ള സാഹചര്യങ്ങളെ അപേക്ഷിച്ച് നെറ്റ് മൈഗ്രേഷൻ 4 ഇരട്ടിയായി വർദ്ധിച്ചിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് വിദേശ കാൻഡിഡേറ്റിനെ കൂടുതലായി ഡിപ്പെൻഡ് ചെയ്യേണ്ടതില്ല എന്ന തീരുമാനം ഗവൺമെന്റിൽ പൊതുവെ ഉണ്ടായതും ഇതൊരു രാജ്യത്തിന്റെ ആവശ്യമാണെന്നും മൈഗ്രേഷൻ കുറയ്ക്കുക എന്നുള്ളത് ജനങ്ങളുടെ പൊതു താല്പര്യമാണെന്നും അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് അത്തരം തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകാൻ നിർബന്ധിതമായിരിക്കുന്നു എന്ന പ്രസ്താവനയാണ് പ്രധാനമന്ത്രി സർ കെയർ സ്റ്റാർമർ നൽകിയിരിക്കുന്നത്. വിദേശ കാൻഡിഡേറ്റിനെ കൂടുതലായി ആശ്രയിക്കുന്ന രീതിയായിരുന്നു വർഷങ്ങളായി സ്വീകരിച്ചിരുന്നതെങ്കിൽ അതിലെല്ലാം വലിയ മാറ്റങ്ങൾ നടപ്പാക്കും. NHS ഉൾപ്പെടെയുള്ള ഹെൽത്ത് കെയർ മേഖലയെ പുനർനവീകരിക്കാനുള്ള പ്ലാനുകളും ഗവൺമെന്റ് നടപ്പാക്കുന്നതോടെ UK-യിലുള്ളവർക്ക് കൂടുതൽ അവസരങ്ങൾ നൽകുക, അവരുടെ സാലറി മെച്ചപ്പെടുത്തുക, ജോലി സ്ഥലങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുക, ഇത്തരം നടപടികളായിരിക്കും ഗവൺമെന്റ് നടപ്പാക്കുക. അതുകൊണ്ട് തന്നെ അടുത്ത കാലത്തൊന്നും വിദേശ റിക്രൂട്ട്മെന്റ് വീണ്ടും പഴയ നിലയിലോട്ട് എത്തുക എന്നുള്ളത് തീർച്ചയായും ബുദ്ധിമുട്ടായ സാഹചര്യം തന്നെയാണ് UK-യിലെ ഏറ്റവും പുതിയ ഡിസ്കഷനുകളും തീരുമാനങ്ങളും സൂചിപ്പിക്കുന്നത്. ധാരാളം അപ്ഡേറ്റുകളാണ് UK-യിലെ വിസ ഇമിഗ്രേഷൻ സിസ്റ്റത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകൾ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ദയവായി